ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കനാൽ ഫെസ്റ്റിനും ആവേശകരമായ സമാപനം. 3 ദിവസങ്ങളായിട്ടാണ് കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിനോട് അനുബന്ധിച്ച വൈവിധ്യമാർന്ന കലാവിരുന്നും ഒരുക്കിയിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട AS കനാലിലേക്ക് ജനങ്ങളെ തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ചേർത്തല നഗരസഭയും സേവ് AS കനാൽ കമ്മിറ്റിയും ചേർന്നാണ് കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഡിസംബർ 29-ാം തീയതി ആരംഭിച്ച കനാൽ ഫെസ്റ്റിൽ കനാൽ ദീപം തെളിക്കൽ, കനാൽ ചിത്ര പ്രദർശനം, വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. സമാപന സമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ കനാൽ ഫെസ്റ്റ് അതിഗംഭീരമാക്കുന്നതിന് പിന്തുണയും പിൻബലവും നൽകിയ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും കനാൽ ഫെസ്റ്റ് വീണ്ടും യാഥാർത്ഥ്യമാക്കി തീർത്തു. ചേർത്തല നഗരസഭയിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സംഘാടക സമിതിയുടെ മുന്നണിയിലും പിന്നണിയിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഈ സമാപന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിന്റെ, നന്മയുടെ, സ്നേഹത്തിന്റെ ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ S. സോബിൻ അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ NL വത്സല ടീച്ചർ സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ S. അനീഷ്, KC ആന്റണി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ നേതാക്കളായ B. വിനോദ്, സംഘാടക സമിതി കൺവീനർ TS. അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി TK. സുജിത്ത് നന്ദി പറഞ്ഞു. തുടർന്ന് വിജയകുമാർ വളവനാട് ടീം അവതരിപ്പിച്ച താര വിളയാട്ടം. ഡോക്ടർ ബിജു മല്ലാരി സംഘവും അവതരിപ്പിച്ച മെഗാ ഷോയും ശ്രദ്ധേയമായി. കനാൽ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർപേഴ്സണും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ ഷെർലി ഭാർഗവൻ പുതുവത്സര സന്ദേശം നൽകി. തുടർന്ന് പുതുവത്സരത്തെ വരവേറ്റ് പാപ്പാഞ്ഞിയെ കത്തിക്കലും നയനമനോഹരമായ കരിമരുന്ന് പ്രയോഗവും നടന്നു. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളാണ് കനാൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്.